വയനാട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ 4 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സൗദ് റിസാൽ, കാശിനാഥൻ, അജയ് കുമാർ, സിൻജോ ജോൺ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധവും ശക്തമാകുകയാണ്. യൂത്ത് ലീഗും കോൺഗ്രസും കോളേജിലേക്ക് മാർച്ച് നടത്തും. ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറിയിട്ടും പോലീസ് ഇടപെടും വരെ ആഭ്യന്തര അന്വേഷണം നടത്താനോ വിഷയം റിപ്പോർട്ട് ചെയ്യാനോ ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുള്ള ഡീൻ തയ്യാറായില്ല. സംഭവം അറിഞ്ഞില്ലെന്ന വാദമുയർത്തുന്ന കോളേജ് ഡീനിനെ VC സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം. സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകിയെന്നു പറയുന്ന പരാതിയിൽ ദുരൂഹത. പെൺകുട്ടിയുടെ പേരിൽ കോളേജിൽ പരാതി എത്തിയത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം. പരാതി ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിക്ക് നൽകിയത് ഈ മാസം 20-ന്. ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത്. അനീസ് അലിയാണ് വയനാട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അനീസ്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷമടക്കം കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ലുക്കൌട്ട് നോട്ടീസ്, അത് 4 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. അത് ആർക്കൊക്കെ എതിരെയാണ് ഉള്ളത്? ഇപ്പോൾ ക്യാമ്പസിൽ ക്രൂരമർദ്ദനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളായ 7 പേരാണ് ഒളിവിൽ കഴിയുന്നത്. ഇതിൽ 4 പേർക്കെതിരെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം, ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. സൗദ് റിസാൽ, കാശിനാഥൻ, അജയ് കുമാർ, സിൻജോ ജോൺ തുടങ്ങിയ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു വിദ്യാർത്ഥി പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ള ആളുകളുടെ എണ്ണം 11 ആയിട്ടുണ്ട്. 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി ഒരാൾ കീഴടങ്ങുകയും ചെയ്തു. ഇതോടെ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ളത് 11 പേരാണ്. 18 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഇന്നലെ കോളേജിൽ ചേർന്ന ആന്റി റാഗിംഗ് സെല്ലിന്റെ യോഗത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരുന്നു. ആ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പ്രകാരം 31 പേർ ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. ഇതനുസരിച്ച് ഈ 31 പേർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 19 പേർക്കെതിരെ 3 വർഷത്തെ പഠന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കോളേജിൽ നിന്ന് ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന 12 പേർക്കെതിരെ 1 വർഷത്തെ പഠന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 31 പേർ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തു എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമയം കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ, ബോയ്സ് ഹോസ്റ്റലായിരുന്നു, ആ സമയത്ത് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് 7 ദിവസം സസ്പെൻഡ്, ഒരു അച്ചടക്ക നടപടി എന്ന പേരിൽ ഈ കാര്യങ്ങൾ പുറത്തറിയിക്കാതിരുന്നതിൽ അച്ചടക്ക നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതുണ്ടായിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ പീഡനങ്ങൾ ഈ സിദ്ധാർത്ഥ് നേരിട്ടിരുന്നു എന്ന് ഇന്നലെ ചേർന്ന ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും അനീസ, ഗുരുതരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഇപ്പോൾ നോക്കൂ, വലിയ പ്രതിഷേധങ്ങളാണ് സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥനെതിരെ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നത്. അത് എന്താണ്? വർഷ, ഈ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഈ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. 20-ന് ഫെബ്രുവരി 18-ാം തീയതിയാണ് ഇങ്ങനെ ഒരു പരാതി, പെൺകുട്ടിയുടെ പേരിൽ ഒരു പരാതി ഈ കോളേജിൽ ലഭിക്കുന്നത്. അതിനുശേഷം 19-ന് ഇത് പരാതി പരിഹാര സെല്ലിൽ കൈമാറുകയും 20-ാം തീയതി ഈ ആഭ്യന്തര പരാതി പരിഹാര സെൽ യോഗം ചേരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ പറയുന്നത് വാലന്റൈൻസ് ഡേക്ക് ഈ കുട്ടിയോട് മോശമായതോ പെരുമാറി എന്ന തരത്തിലാണ് പരാതിയുള്ളത്. ഈ പരാതി പക്ഷേ നൽകുന്നത് അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചു 18-ാം തീയതി മാത്രമാണ് ഇങ്ങനൊരു പരാതി എത്തുന്നത്. മാത്രമല്ല, ഈ കുട്ടിക്ക് മലയാളം എഴുതാൻ അറിയാത്ത വിദ്യാർത്ഥിയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഈ കുട്ടിയുടെ പേരിൽ ആരോ എഴുതി കൊടുത്തതാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഈ കുട്ടി മലയാളിയാണെങ്കിൽ പോലും KVയിൽ പഠിച്ച വിദ്യാർത്ഥി ആയതുകൊണ്ട് മലയാളം എഴുതാൻ ഈ കുട്ടിക്ക് അറിയില്ല. മലയാളം അറിയാവുന്ന കുട്ടി തന്നെയാണ്. അതേസമയം ഇത് മറ്റാരോ എഴുതി കൊടുത്തതാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണം വരെ ഈ പരാതി നൽകാൻ കാത്തിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല,